എന്നിട്ട് രമ്യയുമായുള്ള രാജുവിന്റെ വിവാഹക്കാരിയാണോ അവര് സംസാരിച്ചത്? വിവാഹക്കാരി സംസാരിച്ചതിലല്ല എനിക്ക് വിഷമമായത്. മോൾക്ക് താല്പര്യമില്ലാത്ത വിവാഹത്തിന് മോളുടെ അച്ഛൻ മോളെ നിർബന്ധിക്കുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടം എന്താണെന്ന് മോളുടെ അച്ഛനോട് മോള് തുറന്നു പറയണം. അല്ലാതെ ഒരു പാവപ്പെട്ട പയ്യന്റെ ജീവിതത്തിൽ കയറി മോൾ ഇങ്ങനെ കാണിച്ചത് ഒട്ടും ശരിയായില്ല. രമ്യയുടെ അച്ഛനും അവസരം മുതലാക്കുകയാണല്ലോ മോളെ. എന്നാലും അവർക്ക് എന്റെ മനസ്സറിയില്ല ചെറിയമ്മ. അവിടെ നടന്നത് ഓർക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. എങ്കിലും മോൾ ഒരു കാര്യം ചെയ്യും, രോഹനെ വിളിച്ച് ഫോൺ എനിക്കിതാ, ഞാൻ രോഹനോട് സംസാരിക്കാം. വേണ്ട ചെറിയമ്മ, രോഹനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോള് രോഹനെ വിളിച്ച് സംസാരിച്ചോ? ഇല്ല, ഞാൻ വിളിച്ച് സംസാരിച്ചില്ല. എല്ലാ കാര്യങ്ങളും മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജോ? അതെ ചെറിയമ്മ. മോളിങ്ങനെ മെസ്സേജ് അയക്കുകയും ചെയ്തു. ഈ മെസ്സേജ് എങ്ങാനും രോഹൻ പ്രതാപേട്ടനെ കാണിച്ചാലോ? അത് പ്രശ്നമാവില്ലേ? അയ്യോ, ഞാനങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ രോഹനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോഴാ എനിക്ക് മെസ്സേജ് അയക്കേണ്ടി വന്ന. മോളെ, ഞാൻ പറഞ്ഞ പോലെ പ്രതാപേട്ടനെ ഞാനിത് കണ്ടാല് ഇത് വലിയ പ്രശ്നമാവില്ലേ? ചെറിയമ്മ, അല്ല, പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പ്രതാപേട്ടനും ശേഖരേട്ടനും CM ആയിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ചേച്ചിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞേ ഉള്ളൂ.